എൻ്റെ പരിമിതികളെ ചിലപ്പോൾ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു ആത്മീയ ദാർശനികൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. പല ആളുകളും, ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയും ഈശ്വരനില്ല, ദൈവമില്ല എന്നൊക്കെ പറയും. പക്ഷെ അവർ സത്യസന്ധമായിട്ട് പരിശോധിച്ചിട്ടുണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുദേവൻ ദൈവനിഷേധിയായിരുന്നില്ല. കാരണം ദൈവദശകം എന്ന് പറയുന്ന 10 ശ്ലോകങ്ങൾ ഗുരു എഴുതിയത് ദൈവത്തിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തി തരാനാണ്. അതില് ഒരു പദ്യം പറയുന്നത് നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും, വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് കുറച്ചെങ്കിലും ആ ദൈവസ്വരൂപത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് ചിലപ്പോൾ പാശ്ചാത്യർ പറയുന്ന പോലെ 7ാം സ്വർഗത്തിലിരുന്ന് നമ്മൾ ഭരിക്കുന്ന ഒരു ഈശ്വരനല്ല പറയുന്നത്. ആ സത്യമായിരിക്കുന്ന ദൈവം നമ്മുടെ അകത്തിരിക്കുന്നുണ്ട്, എല്ലാവരുടെ അകത്തിരിക്കുന്നുണ്ട്. ആ അറിവ് നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്, എൻ്റെ അകത്തിരിക്കുന്നുണ്ട്. അതൊരു പുല്ലിലുണ്ട്, പുഴുവിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട് ആ ദൈവം. അങ്ങനെ ദൈവത്തെ ഗുരു സത്യമായിട്ടും അറിവായിട്ടും ആനന്ദമായിട്ടും വളരെ സരളമായിട്ട് നിർവചിക്കുകയാണ്. അങ്ങനെ നിർവചിക്കുമ്പോൾ ഈ ദൈവികത എന്ന് പറയുന്നത് നമ്മൾ പാശ്ചാത്യ മതങ്ങൾ പഠിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ള മനുഷ്യരെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും മനുഷ്യരെ പാപികളാക്കുകയും ചെയ്യുന്ന ദൈവമല്ല. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചല്ല ഗുരു പറയുന്നത്. ആ ദൈവം അറിവ് തന്നെയായിട്ട് ഓരോരുത്തരും പരിലസിക്കുന്ന വെളിച്ചമാണ് അറിവ്, ആ ദൈവം. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, ദൈവികമായിട്ടുള്ള ഉൾത്തലങ്ങളുള്ളവർ എല്ലാ ജീവികൾക്കും ഉണ്ട്. മനുഷ്യൻ്റെ ഒരു സാധ്യത ആ വെളിച്ചത്തെ നമുക്ക് അകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ കഴിയും, കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അഗമുഖമായി അറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേ കിടുന്നു പാരം. അകത്തേക്ക് നോക്കി അറിയണമെന്നാണ്. ഒരിക്കലും നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല അകത്തേക്ക് നോക്കി അറിയണമെന്ന്, അല്ലേ? ആത്മോപദേശ ശതകം തുടങ്ങുന്ന സമയത്ത് കണ്ണുകളഞ്ചും ഉള്ളടക്കി എന്നൊരു വാക്ക് ഗുരു ഉപയോഗിക്കുന്നുണ്ട്. കണ്ണുകളഞ്ചും അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നറിവിലും ഒത്തുപുറത്തു ഉച്ചരിക്കും കഴിവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി. ഈ കണ്ണുകളഞ്ചും ഉള്ളടക്കുക, അകമുഖമായിട്ട് അറിയുക, ഇത്തരം പ്രയോഗങ്ങളൊന്നും നമ്മളുടെ ജീവിതത്തിലോ വീക്ഷണത്തിലോ ഒന്നും കടന്നുകൂടിയിട്ടില്ലാത്തതാണ്. നമ്മൾ എപ്പോഴും തിരയേണ്ടത് പുറത്തുതന്നെയാണെന്നാണ് നമ്മുടെ വിചാരം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മനുഷ്യന്. പുറത്ത് തിരയേണ്ടതുണ്ട്, പുറത്ത് തിരയേണ്ടത് പുറത്ത് തിരയുകയും അകത്ത് തിരയേണ്ടത് അകത്ത് തിരയുകയും ചെയ്യണം. ഇത് രണ്ടും വേണം. അകത്തേക്ക് തിരിഞ്ഞും പുറത്തേക്ക് തിരിഞ്ഞും ജീവിതത്തെ നിരീക്ഷിച്ചും അന്വേഷിച്ചും ഗവേഷണം നടത്തിയും കണ്ടെത്തേണ്ടതാണ് ജീവിതം എന്ന് പറയുന്നത്. അകത്തേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ രാഗദ്വേഷങ്ങളുടെ പരിമിതികളുള്ള വ്യക്തിത്വത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമുണ്ടാകുന്നത്, മനസ്സിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുന്നത്, മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു നല്ല മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നത്, വിദ്വേഷമില്ലാത്ത മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നത്, സ്നേഹമുള്ളൊരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നത്, കരുണയുള്ളൊരു മനുഷ്യനാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇത് മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് കിട്ടുന്നതല്ല. അത് നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ്. അകത്തിരിക്കുന്ന ഈ മൂല്യങ്ങളെ മുത്തുകളായിട്ട് ആത്മോപദേശ ശതകത്തിൽ ഗുരു വിഭാവനം ചെയ്യുന്നുണ്ട്. ഒരു മുക്കുവൻ കടലിന്റെ അടിയിൽ പോയിട്ട് മുത്തുകൾ മുങ്ങിയെടുക്കുന്നത് പോലെ നമ്മളുടെ അകത്തേക്ക് ഊളയിട്ട് പോയിട്ട് അകത്തിരിക്കുന്ന ഈ മൂല്യങ്ങളുടെ മുത്തുകൾ മുങ്ങിയെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമായിട്ട് വരണം. എന്താണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അകത്തിരിക്കുന്ന ആനന്ദമാകുന്ന മുത്തുകളെ അകത്തേക്ക് മുങ്ങാൻകുഴിയിട്ട് പോയിട്ട് കണ്ടെത്തിയെടുക്കുക. അത്തരത്തിലൊരു ധ്യാനാത്മകമായ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് മനുഷ്യന്റെ പരിണാമത്തിന്, മാറ്റത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞ ഒരു മഹാഗുരുവിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ഇനിയും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ പഠനമല്ല അത് ദീർഘകാലത്തെ പഠനമുണ്ട്. 78 വയസ്സിലാണ് നടരാജഗുരു മഹാസമാധിയാകുന്നത്.
ഡോക്ടർ പൽപുവിൻ്റെ മകനാണ്. നാരായണ ഗുരുദേവന്റെ ഏറ്റവും ഇളമുറ ശിഷ്യനാണ്. ആ 78ാമത്തെ വയസ്സായ സമയത്തേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ പല കൃതികളും വിദേശീയർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ തർജ്ജമ ചെയ്ത് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഒരു മഹാത്മാവാണ് നടരാജഗുരു. ആ നടരാജഗുരു പറയാണ്, നടരാജഗുരു 5 പ്രാവശ്യം ഈ ഭൂഗോളം ചുറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. യാത്രികനായിരുന്നു 5 പ്രാവശ്യം. ഈ യാത്രകളൊന്നും എനിക്കൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് നടരാജഗുരു പ്രായമായ സമയത്ത് 78ാമത്തെ വയസ്സിൽ പറയുക. ഈ യാത്രകളൊന്നും എനിക്ക് വേണ്ടത്ര പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഒരു സംഭാഷണ മധ്യേ ഗുരു പറഞ്ഞു, എന്നാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പ്രയോജനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് നേരത്തെ പറഞ്ഞ അതേ ഇതാണ്. അതായത് കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് ഒരു ഒറ്റമുണ്ടെടുത്ത് തോർത്തുമുണ്ടും തോളിലിട്ട് നടന്ന ഒരു നാടൻ മൂപ്പിയും പറഞ്ഞതിനപ്പുറത്ത് ഈ ലോകത്ത് ഒരു തത്വചിന്തകനും ദാർശനികനും പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ എനിക്ക് എൻ്റെ യാത്രകൾ സഹായിച്ചു എന്ന് പറയുമ്പോൾ നടരാജഗുരു ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, അന്ന് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ലൈബ്രറികളിലെ പണ്ഡിതന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നടരാജഗുരു സാധാരണ അറിവിൻ്റെ അർത്ഥത്തിലല്ല നമ്മളോട് പറയുന്നത്. ഗുരുവിൻ്റെ അറിവ് ആഴത്തിലുള്ളതാണ്, ജീവിതത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ അറിവ് സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന, സമീകരിക്കുന്ന അറിവാണ്. ഗുരു മനുഷ്യരെ ഏകീകരിക്കുന്നതിൽ വരുത്തിയിട്ടുള്ള ദാർശനിക വീക്ഷണത്തിൽ നിന്നാണ്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്നു അപചയ കർമ്മം അവന് വേണ്ടി മാത്രം. ഈ 2 തരം മനോഭാവങ്ങളെ ഒരു മനുഷ്യനിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മനുഷ്യൻ സംസ്കരിക്കപ്പെടണമെന്ന് പറയുന്നത്. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും വേണമെന്ന് തീവ്രമായിട്ട് അഭിലഷിക്കുകയും ആ സുഖത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരാകട്ടെ അവന് വേണ്ടി മാത്രം അധോമുഖനായി കിടന്ന് ചെയ്യുക. ഊർധ്വമുഖനായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി ആരാണ്? കൃപാലുവാണ്, മറ്റേത് കൃപണനാണ്. ഈ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളിൽ എത്രമാത്രം കൃപണത്വമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. എത്രമാത്രം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില വ്യക്തികൾ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരു ജീവിച്ചത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തിനും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയാണ്. ഗുരുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ലോക കുടുംബമാണ്, സാധാരണ അർത്ഥത്തിലല്ല. എല്ലാ മനുഷ്യരും സഹോദരങ്ങൾ, എല്ലാ ജീവജാലങ്ങളും തൻ്റെ സഹോദരങ്ങൾ എന്ന് അറിഞ്ഞ ഒരു മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകയിൽ നാം കൊല്ലുന്നതും എങ്ങനെ, ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കുകയും. ഇത് ജീവകാരുണ്യ പഞ്ചകത്തിന്റെ ഭാഗമായിട്ട് ഗുരു എഴുതിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു സഹോദരനെ എങ്ങനെ കൊല്ലാൻ കഴിയും? ആത്മസഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ആത്മാവിൽ നിന്നാണ് എല്ലാം ജനിച്ചതെന്ന് ബോധ്യം വരുമ്പോൾ എങ്ങനെ നമുക്ക് കൊല്ലാൻ കഴിയും എന്ന് ചോദിക്കാം. മനുഷ്യരെ ഒരു കാരുണ്യവുമില്ലാതെ, ഒരു കമ്പൻഷനും ഇല്ലാതെ, ഒരു അനുതാപവുമില്ലാതെ കൊന്നു തള്ളുന്ന യുദ്ധങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. ഒരു രാഷ്ട്രത്തലവനും ഒരു ഖേദവുമില്ല, ഒരു വിഷമവുമില്ല. 10,000 മരിച്ചു വീഴുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആയുധങ്ങളുടെ ശക്തികളെ കുറിച്ച് മാത്രം അവർ സംസാരിക്കുന്നു. ഇനിയും പുതിയ ആയുധങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യരെ ഒറ്റയടിക്ക് കൊല്ലാൻ കഴിയുന്ന ആയുധങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. കരുണയെക്കുറിച്ചോ നന്മയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ബുദ്ധന്റെ നന്മയെയും കരുണയെയും കുറിച്ച് ആരും പഠിക്കുന്നില്ല. ഈ ലോകം വലിയൊരു മാറ്റത്തിന് വിധേയമാകാം. സാമ്പത്തിക ശക്തി വളരും തോറും ലോകത്ത് ക്രമാനുഗതമായിട്ട് ഈ
കമ്പാഷൻ, അനുകമ്പ സമ്പൂർണമായിട്ട് പിൻവലിക്കപ്പെടും. ആത്മസാഹോദര്യത്തെക്കുറിച്ച് ഗുരു പാടിയപ്പോഴും ഈ ആത്മസാഹോദര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ആത്മോപദേശ പുസ്തകം പോലുള്ള ഒരു കൃതി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എന്ന് പറയുന്നത് വെറും ശരീരം മാത്രമല്ല എന്നും, നമ്മൾ വിചാരിക്കുന്നത് പോലെ ശരീരത്തിന് അതീതമായിട്ട് നമുക്ക് ഒരു തലമുണ്ടെന്നും ഒക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ ആത്മചിന്ത നമുക്കുണ്ടാകുന്നത്. ആത്മചിന്തനം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അപരനെ സ്വന്തം സഹോദരനായിട്ടും താൻ തന്നെയായിട്ടും കാണാൻ കഴിയുക. ഒരു സഹോദരൻ എന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒപ്പം ജനിച്ചവരാണ് സഹോദരൻ. സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഒപ്പം ജനിച്ചവർ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ, ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവർ. എന്നാൽ വലിയ ഒരു ഭാവനയിൽ, വലിയൊരു സങ്കല്പത്തിൽ നോക്കുമ്പോൾ ഈ ഈശ്വരൻ തന്നെ ഒരു ഉദരമാണ്, ഭഗവാൻ ഒരു ഉദരമാണ്, ആത്മാവ് ഒരു ഉദരമാണ്, അറിവ് ഒരു ഉദരമാണ്. ആ ഉദരത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ളവരാണ് സകല ജീവജാലങ്ങളും. അങ്ങനെ സകല ജീവജാലങ്ങളും ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചു എന്ന് തോന്നുമ്പോൾ സകലത്തിനോടും ആത്മഭാവം ഉണ്ടാകുന്നു. ആത്മഭാവം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ജീവിയെ എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും, കൊല്ലാൻ കഴിയും എന്നാണ്. ഒരു കൊറിയൻ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ്. കിം കി ഡുക്ക് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് അത് എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് ബുദ്ധിസത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്ത ഒരു സിനിമയാണ്. അതിൽ ഒരു ഗുരു, പ്രായമുള്ളൊരു ഗുരുവും കുട്ടിയായ ഒരു ശിഷ്യൻ, ഒരു 5-6 വയസ്സ് പ്രായമുള്ള ഒരു ശിഷ്യൻ. ആ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഈ ഗുരുവിനെ, ഈ കുഞ്ഞിനെ കൊണ്ടുകൊടുത്തിട്ട് ഓടിപ്പോകുന്നതിന് സമയത്ത് ഐസ് പാളികൾക്കുള്ളിലേക്ക് വീണുപോയി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരിച്ചുപോയ അമ്മ ആ കുഞ്ഞിനെ ഈ ഗുരു വളർത്തുക. ഈ ഗുരുവായിട്ട് ഒരു ബുദ്ധിസ്റ്റ് ഗുരുവാണ്. ആ ഗുരുവിന്റെ കുഞ്ഞു ശിഷ്യനെ വളർത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ ഒരു ദിവസം ഇവൻ കുളിക്കാനായിട്ട് ചെറിയ ജലധാരയിൽ പോയിട്ട് കുളിക്കുന്ന സമയത്ത് ഒരു മീനിനെ കണ്ടു. ആ മീനിന്റെ വാലില് ഒരു കല്ല് കെട്ടി. അതുപോലെ തന്നെ ഒരു തവളയെ കണ്ടിരിക്കുക. ആ തവളയുടെ വാലിലും ഒരു കല്ല് കെട്ടി. ഒരു പാമ്പിനെയും വിളിച്ച്, ചെറിയ പാമ്പിനെ. ഈ 3 ജീവികളും ചത്തുപോയി. അപ്പോ ഒരിക്കൽ ഈ ഗുരു കാണുന്നുണ്ട് ഇവൻ ചെയ്യുന്ന ഈ വിക്രികളെ കുറിച്ചൊക്കെ. ഒരു ദിവസം ഗുരു പറഞ്ഞു, നീ ചെയ്തിട്ടുള്ള തെറ്റുകൾ നീ മനസ്സിലാക്കണം. നീ ചെയ്ത കർമ്മം കൊണ്ട് ഏതെങ്കിലും ജീവി ചത്തുപോവുകയാണെങ്കിൽ ആ ഭാരം മുഴുവനും നിന്റെ ഹൃദയത്തിന്റെ ഭാരമായിട്ട് മാറുമെന്ന് ആ ഗുരു അവനോട് പറഞ്ഞു. കാലക്രമത്തിൽ ആ ശിഷ്യൻ വലുതായി അവൻ ആ ആശ്രമത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയും അവളുടെ കൂടെ അവൻ പോവുകയും ചെയ്തു. അവൾ എവിടെയോ കൊണ്ടുപോയി ഇവനെ ഉപേക്ഷിച്ചപ്പോൾ അവന് ദേഷ്യം വരികയും അവളോട് വിരോധമുണ്ടാകുകയും അവളെ കൊല ചെയ്യുകയും ചെയ്തു. തിരിച്ചവൻ അവൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അധികം വൈകാതെ പോലീസുകാർ അവൻ്റെ അടുത്തെത്തി അവനെ പിടിച്ചുകൊണ്ടുപോയി. അവൻ വർഷങ്ങൾക്ക് ശേഷം ജയിൽവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഗുരു വളരെ മൗനിയായിട്ട്, നിശബ്ദമായിട്ട്, ഒന്നും പറയാതെ അവിടെ ഇരുന്നു. അവനോട് അവൻ്റെ ഉള്ളിൽ ഈ പാപബോധവും പാപഭാരവും കൊണ്ട് അവൻ ചെയ്ത കർമ്മങ്ങൾ, അവൻ്റെ ഗുരു അവന് വേണ്ടി ജീവിച്ചിട്ടും അവൻ ഗുരുവിനോട് നീതി കാണിച്ചില്ല എന്നൊരു തോന്നൽ കാരണം അവൻ ഒരു മലമുകളിലേക്ക് വലിയ ഒരു പാറ, ഗുരു പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പാറ വലിച്ച് 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 കയറുകയാണ്. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പാപഭാരം മുഴുവനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമായിട്ട് തീരും എന്ന് അവനോട് ഗുരു പറഞ്ഞിട്ടുണ്ട്. അവൻ ഈ പാറയും വലിച്ച് ഈ മലമുകളിൽ ഇങ്ങനെ കയറി കയറി, അത് ആ സിനിമയുടെ ഒരു ക്ലൈമാക്സിന്റെ ഭാഗമാണ്. അവൻ ആ മലമുകളിലെത്തി പാറ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ നിറാണത്ത് ഭ്രാന്തന്റെ ഒരു സ്റ്റോറി പോലെ തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ലഘൂകരിക്കാനായിട്ട് ആ പാറ വലിച്ച് കയറി അവൻ തിരിച്ച് ഇറങ്ങി ആശ്രമത്തിലെത്തുമ്പോൾ ഗുരു മഹാസമാധി പ്രാപിച്ചിരിക്കുന്നു, ഗുരു മരിച്ചിരിക്കുന്നു. ആ സമയത്ത് പിന്നീട് ആ ആശ്രമത്തിന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തിട്ട് അവൻ തന്നെ
ആ ആശ്രമത്തിൻ്റെ ഗുരുവായിട്ട് മാറി. പെട്ടെന്ന് അവന് രൂപാന്തരമുണ്ടായിട്ട് ഗുരുവിൻ്റെ പോലെയുള്ള വേഷവും ഗുരുവിൻ്റെ പോലെയുള്ള താടിയൊക്കെ ഉണ്ടായി. ഈ സിനിമ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ പരദ്രോഹം, വേറൊരാളെ വേദനിപ്പിക്കുക, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൽ വലിയ ഒരു തെറ്റ് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാത ചിന്തയും. ഈ പ്രാർത്ഥനയാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുപാട് അറിവുള്ളവരുണ്ടാകണ്ട. നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണമെന്നില്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണമെന്നില്ല. പക്ഷെ ഒരു ചെറു ജീവിയോട് പോലും ആത്മഭാവത്തിൽ കാണാൻ കഴിയുന്ന ഒരു അറിവ്, ഓർമ്മ, അവബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ശരിയായിട്ടുള്ള ഭക്തനോ ഭക്തയായിട്ട് ഇരിക്കുന്നത്. നമ്മൾക്ക് അപരപ്രിയമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലോ, നമ്മൾ അപരപ്രിയം അറിയാതെ പ്രവർത്തിക്കുകയാണെങ്കിലോ, നിങ്ങൾ എത്ര ശ്രീനാരായണ ഗുരുദേവ ഭക്തരായിട്ടെന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കാണിക്കുന്ന രീതിയല്ല സമൂഹത്തിൽ. ഗുരു മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ പറയുന്നത്, ഗുരു ഭക്തി ദർശനം എന്ന് പറയുന്ന ഒരു ദർശനം, ഒരു മനോഹരമായിട്ടുള്ള ഒരു ദർശനമാലയുടെ ഒരു അധ്യായമായിട്ട് ചേർത്തിട്ടുണ്ട്. ഭക്തി ദർശനം 10 ശ്ലോകങ്ങളുള്ള സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ആ ദർശനമാലയിലെ ആ പദ്യമൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ജീവിതത്തിൽ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്. മനുഷ്യനായിട്ട് ജനിക്കാൻ കഴിയും. മാത്രമല്ല, നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഒരു മഹാത്മാവിൻ്റെ സവിധത്തിൽ ഇരിക്കാനെങ്കിലും കഴിയുന്നു, ആ ഓർമ്മയിലെങ്കിലും ഇരിക്കാൻ കഴിയുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദിവ്യവാണികൾ കേൾക്കാൻ കഴിയുന്നു. അതിന് എത്ര വലിയ മഹത്വമാണ്. നമ്മുടെ ജീവിതത്തിന് എത്ര രക്ഷയാണത്. നമ്മൾക്ക് ഗുരുവിനെ പഠിക്കുന്തോറും കൂടുതൽ സമചിത്തതയും പക്വതയും മെച്യൂരിറ്റിയും ഉണ്ടാകും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, വൈകാരികമായ പക്വതയാണ്. നമ്മളെ പ്രകോപിപ്പിക്കുമ്പോഴും പ്രതികരിക്കാതെ, ഒട്ടേറെ പ്രതികരിച്ച് ഏറെ അക്രമോത്സുകമാകാതെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗുണമല്ലേ. ആ ഒരു ഗുണം ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകുമ്പോഴുണ്ടാകുന്നു. സാധാരണ ഇന്ന് ആധുനിക മനഃശാസ്ത്രമൊക്കെ പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വികസിത ഭാവം എന്ന് പറയുന്നത് വൈകാരികത പക്വതയാണെന്നാണ്. ഇമോഷണൽ മെച്യൂരിറ്റി, EQ എന്ന് പറയും. നമ്മൾ IQ-നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. EQ എന്ന് പറയുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയാണ്, വൈകാരിക പക്വത. പഴയ കാലത്ത് വൈകാരിക പക്വത മനുഷ്യരിലെ വളരെ കുറവായിരുന്നു. നിങ്ങൾ മരിച്ച വീടുകളിലൊക്കെ ചെല്ലുന്ന നേരത്ത് ചില ആളുകൾ കരയുന്നത് കാണും. ആ കരയുന്ന സമയത്ത് അവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിസാര സംഭവങ്ങളൊക്കെ എണ്ണിപ്പെറുക്കി പറയും. ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള, ഭക്ഷണം കഴിച്ചപ്പോൾ ഇഷ്ടങ്ങൾ, പ്രിയങ്ങളൊക്കെ. ഇന്ന് അത്തരത്തിലുള്ള കരച്ചിലുകൾ നമ്മൾ കേൾക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കുറച്ചുകൂടി കാര്യബോധം ഉണ്ടായിട്ടുണ്ട്. മരണം എന്നത് ഒരു അനിവാര്യതയാണ്. മരണം എന്നത് നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മരിക്കും. മരിക്കാത്ത ആരുള്ളത് ഈ ലോകത്ത്? എപ്പോഴാണ് നമുക്ക് മരിക്കാൻ അറിയാൻ പറ്റില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ 100 വയസ്സൊന്നും മനുഷ്യന് ആയുസ് കിട്ടുന്നെന്ന് വരില്ല. 100 വയസ്സ് വരെ ജീവിച്ചെന്ന് വരാം. ഇതൊരു പ്രോബബിലിറ്റിയാണ്. ഈ പ്രോബബിലിറ്റി ആരെ കയ്യിലിരിക്കുന്നു? ഈ സാധ്യത ആരെ കയ്യിലിരിക്കുന്നു? ഇത് പല ഘടകങ്ങളുണ്ട് ജീവിതത്തിന്റെ ആയുസ്സും ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് നമ്മളുടെ കയ്യിലല്ല. ഒന്ന്, നമ്മളുടെ കർമ്മങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ ആയുസ് നിശ്ചയിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിക്കുന്ന ഒരു ഈശ്വരീയമായ ബോധം നമുക്ക് പിന്നിലുണ്ട്. ഇത് നമ്മളല്ല നല്ല കർമ്മമാണോ ചീത്ത കർമ്മമാണോ തീരുമാനിക്കുന്നത്. പല കർമ്മങ്ങളും നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് പലപ്പോഴും പലർക്കും ദോഷം ചെയ്യുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പക്ഷെ സമൂഹത്തിന് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. അതൊരു ആത്മപീഡയാണ്. നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് വേറെ ആളെ സന്തോഷിപ്പിക്കാൻ പാടില്ല. വേറെ ആളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. ഇതിനിടയിൽ രണ്ടുപേർക്ക് ഒരുപോലെ സന്തോഷമുണ്ടാകുന്ന രീതിയിൽ കർമ്മത്തെ നമ്മൾ നിർവഹിക്കുമ്പോഴാണ്
ശരിയായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ദർശനം നമ്മൾ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രിയം അപരൻ്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. ഈ നയം, ഈ ധർമ്മം, ഈ ധർമ്മബോധം, അതാണ് ഏറ്റവും പ്രധാനം. മറ്റേ മൃഗങ്ങൾക്കൊന്നും ഈ ധർമ്മബോധമില്ലല്ലോ, നമുക്കല്ലേ ഉള്ളൂ, മനുഷ്യനാണല്ലോ ധർമ്മബോധമുള്ളത്. മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് എന്താണ് താല്പര്യം? ആഹാര നിദ്ര ഭയമൈഥുനഞ്ച സാമാന്യമേത് പശുഭിഹി നരാണ. ജീവികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഉള്ള എന്താ സമാനമായിട്ടുള്ള സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. മൈഥുനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് പോകുന്നു. മൃഗങ്ങൾ, മനുഷ്യൻ അതൊക്കെ തന്നെ. പിന്നെ ഭക്ഷണം, ഉറക്കം, ഇതൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് മൃഗങ്ങൾക്കും മനുഷ്യനും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താ? ധർമ്മത്തിലുള്ള താല്പര്യമാണ്. ധർമ്മേണ തേഷാം അധികോ വിശേഷ. ധർമ്മമാണ് അധികമായിട്ടുള്ള ഒരു വിശേഷം, ഒരു സവിശേഷത മനുഷ്യന്. ഈ ധർമ്മബോധമില്ലാത്ത മനുഷ്യന് തന്നെ ആപത്താണ്, സമൂഹത്തിന് ആപത്താണ്. അപ്പൊ ട്രംപിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മളോട്. ട്രംപ് എന്തുകൊണ്ട് ലോകത്ത് വലിയ ഒരു രാഷ്ട്രത്തിന്റെ, ഈ ലോകത്ത് അതിസമ്പന്ന രാഷ്ട്രത്തിന്റെ അധിപനാണ്. പക്ഷെ നമുക്ക് അറിയാം, ഇന്ന് ഏതൊരു മനുഷ്യനേക്കാളും ചപലതയുള്ളൊരു മനുഷ്യനാണത്. ഒരു സാധാരണ വ്യക്തിയെക്കാളും ചാബല്യങ്ങൾ പറയുകയും ചെയ്യുന്നൊരു മനുഷ്യൻ. അദ്ദേഹം അതിസമ്പന്നമായ ഒരു രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. എല്ലാ രാഷ്ട്രത്തിന്റെയും സ്ഥിതി തന്നെയാണ്. ഒരു യുദ്ധം ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് നടരാജ ഗുരുവിന്റെ എഡ്യൂക്കേഷൻ മാനിഫെസ്റ്റോ തുടങ്ങുമ്പോൾ പറയുന്ന കാര്യം, മനുഷ്യ മനസ്സിൽ നിന്നാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ മനസ്സിൽ യുദ്ധത്തിന്റെ ബീജാവാപം ചെയ്യുമ്പോൾ, യുദ്ധത്തിനുള്ള പ്രവണതകൾ പൊട്ടിമുളക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് സംക്രമിക്കാൻ തുടങ്ങും, സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും ആ വികാരം, ആ ഇമോഷൻ. ഇപ്പൊ നമ്മൾ യുദ്ധത്തിന്റെ ജയപരാജയങ്ങളെ കുറിച്ചിട്ട് എത്ര ലഘുത്വത്തോടാണ് സംസാരിക്കുന്നത് ഈ ലോകത്ത്. ലബനിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ റഷ്യയിലോ ഒക്കെ മരിച്ചു വീഴുന്ന ജനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വളരെ ലഘുത്വത്തോടുകൂടി സംസാരിക്കുന്നു. അവിടെ 10,000 പേര് മരിച്ചു, ഇവിടെ 5,000 പേര്. കുറച്ച് കഴിഞ്ഞ് പേര് എന്ന് പറഞ്ഞിട്ട് അവിടെ 5,000 മരിച്ചു, ഇവിടെ 10,000 മരിച്ചു എന്ന് പറയുള്ളൂ. പക്ഷേ അതിൽ ഓരോരുത്തരെയും എടുത്തു നോക്കുമ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു, ജീവിതമുണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ആരുടെയും പരിഗണനയിലേക്ക് വരുന്നില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ സ്നേഹലാളനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ അവർക്ക് വേദനകളുണ്ടാകും. ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളും ജീവിതമൊക്കെ മരിച്ചു പോകുമ്പോൾ ഒരു യുദ്ധമുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ കാലക്രമത്തിൽ വലുതായിരിക്കും. അപ്പം നമ്മൾ വളരെ ലഘുത്വത്തോടെയാണ് ഇത് കാണുന്നത്. ശ്രീനാരായണ ഗുരുവിന് വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പൊരുത ജയിപ്പത സാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. ഈ ലോകത്തൊരിടത്തും പൊരുതി ജയിക്കുക എന്നുള്ളൊരാഗ്രഹം ആർക്കും ഉണ്ടാകാൻ പാടില്ല, വരാൻ പാടില്ല. സർവമത സമ്മേളനം നടത്തിയ സമയത്ത് ഗുരു പറഞ്ഞിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ്. നമ്മളുടെ എല്ലാ വാക്കുകളും എന്തിനു വേണ്ടിയായിരിക്കണം? ഒന്നുകിൽ അറിയാനായിരിക്കണം, അല്ലെങ്കിൽ അറിയിക്കാനായിരിക്കണം. വേറൊരാളെ അറിയിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കരുണയുണ്ടായിരിക്കണം, നന്മയുണ്ടായിരിക്കണം. ഒരാളെ പരാജയപ്പെടുത്താനായി നമ്മൾ സംസാരിക്കരുത്, ഒരാളെ തോൽപ്പിക്കാനായിട്ട് സംസാരിക്കരുത്. വളരെ കാരുണ്യത്തോടെ, അനുകമ്പയോടെ, ആർദ്രതയോടെ സംസാരിക്കേണ്ടതുണ്ട്. അതാണ് ലോകത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ഇന്ന് ചർച്ചകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യർ തമ്മിൽ ചർച്ചകൾ കുറഞ്ഞിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുന്ന ചർച്ച ചെയ്യുന്നില്ല ആരും. കാരണം വേറൊരു പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ അഭിപ്രായ വിമുഖരായിട്ട് തീരുന്നു. ഇത് ഒരർത്ഥത്തിൽ ഇവോൾവ്ഡ് ആയിട്ടുള്ള പരിണാമ പ്രജ്ഞ വേണ്ടത്ര വികസിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട്. വേണ്ടത്ര ഇവോൾവ് ചെയ്യാത്ത ബോധമുള്ള ജീവികളുടെ പ്രത്യേകതയാണ് സീറോ ടോളറൻസ്. വളരെ അധികം എന്തിനെതിരെയും പ്രതികരിക്കുക, വേണ്ടത്ര സമചിത്തത കാണിക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നതിലൂടെ, മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ഈ ലോകത്ത് സമചിത്തനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറണം.
ആ സമചിത്തത സമൂഹത്തിന് ആവശ്യമാണ്, കുടുംബത്തിന് ആവശ്യമാണ്, നമുക്ക് തന്നെ ആവശ്യമാണ്. നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനമായിട്ട് മാറും. കുടുംബത്തിൻ്റെ സമാധാനം ദേശത്തിൻ്റെ സമാധാനമായിട്ട് മാറും. ദേശത്തിൻ്റെ സമാധാനം രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും സമാധാനമായിട്ട് മാറും. അതുകൊണ്ട് ഏതൊരു മനുഷ്യ മനസ്സിൽ സമാധാനത്തിൻ്റെ ബീജങ്ങൾ മുളയ്ക്കുന്നുവോ അത് ലോകത്തിൻ്റെ സമാധാനത്തിലേക്ക് സ്വാഭാവികമായിട്ട് വ്യാപിക്കുന്ന ഒരു മന്ദമാരുതനായിട്ട് മാറുന്നതാണ്. ജീവിതത്തിൽ ഗുരുദേവനെ പഠിക്കാൻ കഴിയുന്നതാണ് എൻ്റെയൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഗുരുവിനെ പഠിക്കുന്നതോറും മനസ്സിലാക്കുന്നതോറും നമുക്ക് ഉള്ളിലൊരു ആനന്ദവും സുഖവും ഉണ്ടാകുന്നു. പരിമിതമായ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. മാത്രമല്ല, ഒരിക്കലും നമ്മൾക്ക് ഒരു മനുഷ്യനോട് അയാൾ ഇന്ന മതസ്ഥനാണ്, ഇന്ന ജാതിക്കാരനാണ് ചിന്തിക്കാതിരിക്കുക. ഒരാൾ മനുഷ്യനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജാതി, മതം ഇതൊക്കെ ഒരുപാട് தெரிയാതിരിക്കുക. അത്രയെങ്കിലും ഒരു സമാധാനം നമുക്ക് കിട്ടും. പക്ഷെ ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല എന്ന് പലരും എന്നോട് പറയും. എൻ്റെ അടുത്ത് വന്നിട്ട് പലരും പറയാറുണ്ട്, നോക്കൂ അവിടെ എങ്ങനെ നടക്കുന്നു, ഇവിടെ എങ്ങനെ നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു എന്നൊക്കെ വിശദീകരിക്കും. പക്ഷെ ആ വിശദീകരണങ്ങളൊക്കെ തന്നെ ഒരർത്ഥത്തിൽ നമ്മളെ തുച്ഛീകരിക്കുന്ന, ലഘൂകരിക്കുന്ന, ഒരു വളരെ ചെറുതാക്കുന്ന ഒരു അറിവിലേക്ക് നയിക്കുന്നതാണ്. യത് ആത്മവിദ്യ സങ്കോച തദ്വിദ്യ ഭയങ്കരം. എപ്പോഴാണ് ആത്മവിദ്യ സങ്കോചിക്കുന്നത്? അപ്പോൾ അവിദ്യ ഭയങ്കരമായിട്ട്, ഭയങ്കരം എന്ന വാക്കിന് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല, ഭയം ജനിപ്പിക്കുന്ന, ഭയം കരോതി ഇത് ഭയങ്കര, ഭയം ഉണ്ടാക്കുന്ന ഒരു അറിവായിട്ട് മാറും. ആത്മവിദ്യയുടെ സങ്കോചം കൊണ്ട് നമുക്ക് ഭയം വളരെയധികം കൂടും. അതുകൊണ്ട് മനുഷ്യർ ഒറ്റപ്പെടുമ്പോൾ ഭയമുള്ളവരായിട്ട് ചെയ്യുന്നു. ഒരു കാലത്ത് നമുക്ക് ഭയം കുറവായിരുന്നു, നമ്മുടെ വീടുകളിൽ കിടക്കാനൊക്കെ. ഇപ്പോൾ പ്രായമായ ഒരു സ്ത്രീക്ക് പോലും ഒരു വീട്ടിൽ കിടക്കാൻ പറ്റുമോ? 60-70 വയസ്സുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കാന്ന് പറയുന്നത് എങ്ങനെ സാധിക്കുന്നതാണ് ഈ കാലത്തൊക്കെ? പണ്ട് കാലത്ത് കൊച്ചുകുട്ടികളൊക്കെ വീട്ടിൽ 8, 9, 10 വയസ്സായ പെൺകുട്ടികളൊക്കെ വീട്ടിൽ കിടന്നാലും ഒരു ഉപദ്രവം അവർക്കുണ്ടാകുമായിരുന്നില്ല. ഇന്ന് 3 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പോലും വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. അത്രമാത്രം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ലോകം ഭയങ്കരമായിരിക്കുന്നു. ആത്മവിദ്യയുടെ സങ്കോചം വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കരമായിരിക്കുന്നു, ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വികസനമാണോ അല്ലെങ്കിൽ അവികസനമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ സാങ്കേതിക ശാസ്ത്രം കൊണ്ട് വികസിച്ചിട്ടുണ്ട്, പക്ഷെ മനുഷ്യത്വം കൊണ്ട് വളരെ അധികം നമ്മൾ അധപതിച്ചിട്ടുണ്ട്. ഈ അധപതനത്തെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് ഗുരുവിൻ്റെ ടീച്ചിങ്സിനൊക്കെ പ്രസക്തി ഉണ്ടാകുന്നത്. നമ്മൾ മനുഷ്യത്വത്തിലേക്കും മാനുഷിക ബോധത്തിലേക്കും മനുഷ്യലക്ഷ്യത്തിലേക്കൊക്കെ അറിവുള്ളവരായിട്ട് തീരേണ്ടതിനെ കുറിച്ചൊക്കെ പ്രബുദ്ധത വരുത്തേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എവിടെയാണ് ഒരു ഗുരുവിനെ പഠിക്കുന്ന ഒരു സ്ഥലമുള്ളത്? നിങ്ങൾക്ക് ഗുരുവിനെ പഠിക്കുന്ന യൂട്യൂബ് തുറന്നു നോക്കും. യൂട്യൂബിൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും അസംബന്ധങ്ങളാണ്. വെറുതെ യൂട്യൂബിനെ റീച്ച് കിട്ടാനായിട്ട് ഗുരുവിനെ കുറിച്ച് അതൊക്കെ പറഞ്ഞു വരുത്തുന്ന കുറേ പ്രസംഗങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു റൈറ്റ് ടോക്ക്, കൃത്യമായിട്ടുള്ള ഒരു പ്രഭാഷണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞെന്ന് വരില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഓത്തന്റിക്കായിട്ട് ഗുരുവിനെ മനസ്സിലാക്കുന്ന, പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായി വരണം, ലോകത്തുണ്ടായി വരണം, പഠനങ്ങൾ ഉണ്ടാകണം. ജീവിതവും പഠനവും രണ്ടാകാൻ പാടില്ല, രണ്ടും ഒന്നിച്ച് തന്നെ പോകണം. അതാണ് അനിവാര്യത എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ നിന്ന് ഗുരുവിനെ പഠിപ്പിക്കുന്ന ഇടങ്ങളും ഗുരുവിൻ്റെ ദർശനം മനസ്സിലാക്കുന്ന ഇടങ്ങളും വ്യക്തികളും ഉണ്ടാകണം. വ്യക്തികൾ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 10-20 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞാൻ ഗുരു നിത്യചൈതന്യയായിട്ട് ബന്ധപ്പെടുന്നത്. ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഗുരുവിൻ്റെ അടുത്ത് പോകാനും ഗുരുവിൽ നിന്ന് കേൾക്കുവാനും ഗുരുവിൽ നിന്ന് പഠിക്കുവാനും ഗുരുവിൻ്റെ സമീപവർത്തിയായിട്ട് ജീവിക്കാനും ഗുരുവിന് സേവ ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് അങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായം ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിൽ ഒരുപാട് ഗുരുകുലങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് പലയിടങ്ങളിലുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ ഒരു യുവത്വത്തിലൊക്കെ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതാണ്. അന്ന്
ആ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നും ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഈ മെയ് 14-ന് ഗുരുവിൻ്റെ 27ാമത് മഹാസമാധി വാർഷികമാണ്. അപ്പോൾ 27ാമത് മഹാസമാധി വാർഷികത്തിനും ഒരു 8-10 വർഷം മുമ്പെങ്കിലും എനിക്ക് ആ ഗുരുവിനെ കാണാൻ പറ്റി. അത് ഇന്ന് ഓർക്കും തോറും വലിയ സന്തോഷമാണ്. കാരണം ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷമാണ് ഞാൻ ഗുരുവിനെ അറിഞ്ഞതെങ്കിലോ എനിക്ക് ആ ഗുരുവിനെ കാണാൻ കഴിയുമായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ആ സന്ദർഭം. അപ്പം നമ്മുടെ സമകാലികരായിട്ട് ജീവിക്കുന്ന മഹാത്മാക്കളുടെ സമീപത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയാതെ പോകുന്നത് വലിയൊരു നഷ്ടമാണ് ജീവിതത്തിൽ. നിങ്ങൾ ഒരിക്കലെങ്കിലും അത്തരത്തിൽ മഹാത്മാക്കളായിട്ടുള്ള ഗുരുദർശനം അല്ലെങ്കിൽ ആർഷദർശനം ഒക്കെ ജീവിക്കുന്ന മഹാത്മാക്കളുണ്ടോ അല്ലെങ്കിൽ മനുഷ്യരുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ പലരോടും ചോദിക്കുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പലരോടും ചോദിക്കുമ്പോൾ ആർക്കും അങ്ങനെ ഒരു താല്പര്യമില്ല. അവരുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെയില്ല. നമ്മളുടെയൊക്കെ വിദ്യാഭ്യാസത്തിൽ ആരെങ്കിലും നമുക്ക് ഗുരുദേവ കൃതികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഗുരുദേവ ദർശനം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും കരിക്കുലത്തിലുണ്ടോ? അതല്ലാതെ ഒരിടത്തുമില്ല. നിങ്ങളുടെ ലൈബ്രറികളിലുണ്ടോ ഗുരുവിൻ്റെ പുസ്തകങ്ങൾ? നിങ്ങളില്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശനം പഠിപ്പിക്കാനായിട്ട് ഇടങ്ങൾ കണ്ടെത്തണം. വാസ്തവത്തിൽ ഈ ആമ്പല്ലൂർ ഈ ശാഖ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. എത്ര പ്രയാസകരമാണെന്നറിയാം. 3 ദിവസമാണെങ്കിലും ഇത്തരത്തിലൊരു കൺവെൻഷൻ നടത്തുക എന്ന് പറയുന്നത് ഒത്തിരി വിഭവങ്ങൾ സമാഹരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ, മോഹൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ വന്ന് എന്നോടും നിത്യചിന്മയി മാതാജിയോടൊക്കെ സംസാരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഗുരുവിനെ കുറിച്ച് കൺവെൻഷനുകൾ വെക്കണം, എങ്കിലാണ് ആളുകൾ വന്നിരുന്ന് കേൾക്കുള്ളൂ. ഈ ലോകത്ത് ആരും കേൾക്കാനില്ലെന്ന്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും കാര്യസിദ്ധി പൂജയ്ക്കൊക്കെ ആണെങ്കിൽ 100,000 ആളുകളുണ്ടാകും. പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിലും പൂജ നടത്താൻ ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ പൂജയ്ക്കൊക്കെ ഉണ്ടാകും ധാരാളം പേര്. നിങ്ങൾ ഒരാൾ സമ്പന്നനാകുന്നത് എങ്ങനെയാണ്? ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല. അവൻ്റെ വ്യക്തിത്വത്തിന് മാറ്റം വരണം. ഞാൻ ഇന്ന് നിങ്ങളോടൊരു ആളെക്കുറിച്ച് പറഞ്ഞില്ലേ, സക്കീർ ഹുസൈൻ എന്ന്. അദ്ദേഹം എന്നെ വിളിച്ചിരുത്തുക മാത്രമല്ല, എന്നോട് എത്ര മൃദുവായിട്ടും സന്തോഷമായി സംസാരിച്ചു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത് അപൂർവതയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, സ്വാമിജി എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ എന്ന്. ഞാൻ പറയും, ഞാൻ വെജിറ്റേറിയനാണ്, പക്ഷേ ചെറുപ്പകാലത്ത് ഞാൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം അത് കഴിച്ച് അദ്ദേഹം തന്നെ പറയുകയാണ്, അദ്ദേഹം നോൺ വെജിറ്റേറിയനാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ വയറിനൊരു ലഘുത്വമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെജിറ്റേറിയൻ ഫുഡ് വളരെ ലഘുത്വമുള്ളതാണ്, ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് വെജിറ്റേറിയൻ ഭക്ഷണം. ഞാനിപ്പോൾ എനിക്കതൊരു രുചിയായിട്ട് മാറിയപ്പോൾ എനിക്കിപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ തോന്നാറില്ല എന്ന് പറയും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മീനും ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചത് ഒരു പുഴയുടെ കരയിലാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളൊക്കെ കൊണ്ട് എന്നും രാവിലെ ഒരു കാവില് മത്സ്യവുമായിട്ട് വരുന്ന മീൻകാരനെയാണ് ഞാൻ കാണുന്നത്. കണ്ണുറങ്ങിയിരിക്കുമ്പോൾ മീൻകാരൻ കൂവിയിട്ട് പറയും, മീനായിട്ട് വന്നിരിക്കുകയാണെന്നത്. എല്ലാ ദിവസവും ചട്ടിയുമായിട്ട് പോയിട്ട് അമ്മ മീൻ വാങ്ങിക്കും. ഈ മീനൊക്കെ കഴിച്ചിട്ട് വളർന്നിട്ടുള്ള ഞാൻ. പക്ഷെ പിന്നീട് 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ മീനൊക്കെ നിർത്തി. അതെങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഗുരുകുലത്തിലേക്ക് ചെന്നപ്പോൾ ഗുരുകുലത്തിൽ എല്ലാവരും സസ്യാഹാരികളാണ്. ആ സസ്യാഹാരപ്രിയത എൻ്റെയും ഭാഗമായിട്ട് വന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ. ഒരിക്കലും അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സസ്യാഹാരം ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പുള്ളി എന്നോട് പറയുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരു ബിസിനസ്സുകാരൻ വെറും ബിസിനസ്സുകാരനാകാൻ പാടില്ല, അദ്ദേഹം നല്ല മനുഷ്യനും കൂടിയാകണം. നിങ്ങൾക്കൊരു നല്ല മനുഷ്യനായ ബിസിനസ്സുകാരനാകാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും 100%. പക്ഷേ ഞാൻ പലയിടങ്ങളിലും ചെന്നിട്ട് പല ബിസിനസ്സുകാർ, പ്രത്യേകിച്ചും അങ്ങനെ സമുദായം പറയാമെന്ന് വിചാരിക്കണ്ട, പക്ഷേ പ്രത്യേകിച്ചും ഹിന്ദു സമുദായത്തിലും ഈഴവ സമുദായത്തിലേക്കുള്ള ചില ബിസിനസ്സുകാർ സംസാരിക്കുമ്പോൾ അവർ വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയുള്ളൂ, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഞാനപ്പോൾ ചോദിക്കും,
സഹോദര, ഈ ബിസിനസ് വളരണമെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. നിങ്ങൾ ക്ലയൻറ്റ് സെൻറ്റേഡ് ആയിരിക്കണം, കസ്റ്റമർ സെൻറ്റേഡ് ആയിരിക്കണം. കസ്റ്റമറാണ് നിങ്ങളുടെ കിങ് എന്ന് പറയും, രാജാവ്. ഞങ്ങൾ പൈസയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, ഞങ്ങളുടെ ആവശ്യങ്ങളാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു കസ്റ്റമറെ നിങ്ങൾക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും? അത് വലിയ പ്രാധാന്യമുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും എല്ലാത്തിനും വിജയത്തിനും. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേഷ്യൻറ്റിനോട് വളരെ മൃദുവായി സംസാരിക്കണം, അവരെ അറിയണം. ഒരു അധ്യാപകൻ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണം. ഒരു പോലീസുകാരൻ അദ്ദേഹം പിടികൂടുന്ന ക്രിമിനലുകളോട് പോലും മാന്യമായിട്ട് പെരുമാറണം. അപ്പോൾ ലോകത്തിൽ നമ്മൾ വിജയിക്കുന്നതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം ഇതാണ്: സൗമ്യതയുടെ മനഃശാസ്ത്രം, സമചിത്തതയുടെ മനഃശാസ്ത്രം, പക്വതയുടെ മനഃശാസ്ത്രം. അത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് വേറൊരാളോട് നന്നായി ബിഹേവ് ചെയ്യാൻ കഴിയുള്ളൂ. നല്ലൊരു പെരുമാറ്റം, നല്ല വാക്ക്, സ്നേഹത്തിലുള്ള വാക്ക്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ് ജീവിതത്തിൽ. നമുക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയൂ. ആരോടെങ്കിലും ഒരു ആൾ വരുമ്പോൾ അയാൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുക്കാൻ പറ്റൂ. അതൊക്കെ നമ്മളുടെ ഔപചാരികതയുടെ ഭാഗമാണ്. എങ്കിലും അത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതാണ്. മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഗുരുദർശനത്തിന്റെ ഭാഗമാണ്. അതാണ് പ്രിയം അപരന്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. അതിനാല് നരന് നൽകും പ്രിയ അപരപ്രിയ ഹേതുവായി വരേണം. എത്ര ശ്രീനാരായണ ഗുരുദേവ ദർശനം പഠിക്കുമ്പോഴും ഈ കാര്യം മറക്കാതിരിക്കണം. വേറൊരുവൻ്റെ സന്തോഷവും സുഖവും എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സുഖവുമായിട്ട് ചേരുന്ന സമയത്താണ് ജീവിതം വിജയിക്കുന്നതെന്ന രഹസ്യം. ആ രഹസ്യം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ദരിദ്രനാരായണനായിട്ട് ജീവിക്കേണ്ടി വരില്ല, ഒരിക്കലും കടം വാങ്ങി മുടിയേണ്ടി വരില്ല. പലപ്പോഴും അങ്ങനെ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. പല ആളുകളും എത്രയോ കടം വാങ്ങിക്കൂട്ടുന്നു, എന്നിട്ട് ജീവിക്കാൻ, അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുക മാത്രമല്ല, വീടും പറമ്പൊക്കെ വിറ്റ് അവർ വാടക വീടെടുത്ത് പോകുന്നു. ഓരോ സ്ഥലത്ത് നിന്ന് വാടക വീടെടുത്ത് അവർ പോകും. അവിടെ നിന്ന് കടം വാങ്ങിക്കും, അവിടെ നിന്ന് വെച്ച് വേറെ സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന, കടം വാങ്ങി സ്വയം ജീവിതത്തെ നശിപ്പിക്കുന്ന മനുഷ്യർ. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗുരുദേവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് വരവിൽ സമം വ്യയം. വരവിൽ സമം വ്യയം. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വരവിനെ കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 1000 രൂപയാണ് മാസം വരുമാനമെങ്കിൽ ഞാൻ ഇന്നത്തെ കാലത്ത് പറയുന്നത് 800 രൂപയെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളൂ എന്നാണ്. ഒരു 200 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനായിട്ട്. 24 ഇയേഴ്സ് ഉള്ളൊരു ആള് ജോലിയിൽ കയറി 1000 രൂപ, ഞാൻ പഴയകാലം പറയുന്നത് 1000 രൂപ എന്നൊക്കെ, ഇന്നൊക്കെ 1 lakh ഒക്കെ ആയിരിക്കും. ഒരു രൂപ കിട്ടിയ 20% ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഒരു 50 വയസ്സാകുമ്പോൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്ന യാത്രകളും, നിങ്ങൾക്ക് മ്യൂസിക്കാണോ, സിനിമയാണോ, പുസ്തകങ്ങളാണോ, ഭക്ഷണമാണോ, എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജീവിക്കണം. കുറച്ചും കൂടി തൊഴിലുകൾ ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ കഴിയണം. അത് അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും പറയുക, ഞാൻ പണിയെടുക്കുന്നു, എനിക്കൊരു ഇഷ്ടമല്ല. ഒരു പോലീസുകാരൻ എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എനിക്ക് കവിതകൾ വായിക്കുന്നത്, എഴുതുന്നതാണ് ഇഷ്ടം. പോലീസുകാരൻ എന്ന രീതിയിലൊരു തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പോലീസുകാരൻ തൊഴിലായിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ മ്യൂസിക്കും കവിതയും ഒക്കെ ആണെങ്കിൽ അയാൾ ജീവിക്കുന്നത് 2 ലെവലുകളിലാണ്. ഒന്ന്, തൊഴിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സമ്പൂർണ്ണമായിട്ട് അതിന് നീതി പുലർത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെ സോഫ്റ്റായിരിക്കും. ഒരു ക്രിമിനലിനോട് അദ്ദേഹത്തിന് എടാ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ കവിത്വമുള്ള ഹൃദയം അത് അനുവദിക്കില്ല. അപ്പോൾ ക്രിമിനലുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാം. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരിക്കുന്ന ആ കവിത്വവും എഴുത്തും അദ്ദേഹത്തിന് പൂർണ്ണതയോടുകൂടി ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഇന്നും കുട്ടികളെ വളർത്തുമ്പോൾ എന്താണ് ആ കുഞ്ഞിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് അവരുടെ ടേസ്റ്റ് എന്താണ്, അവളുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു പാരന്റ് എന്ന് പറഞ്ഞാൽ, ഒരു അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ
ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഒരു അമ്മയും അച്ഛനും കുട്ടികളെ ഒബ്സർവ് ചെയ്യണം നന്നായിട്ട്. അവൻ്റെ അഭിരുചികൾ എന്തെന്ന് മനസ്സിലാക്കണം. ആ അഭിരുചികൾ മനസ്സിലാക്കിയിട്ട് അവൻ്റെ എഡ്യൂക്കേഷനെ നിങ്ങൾ ആ അഭിരുചിയിലേക്കാണ് തിരിച്ചുവിടേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ല. ഞാൻ ചെറിയ ആളുകളുണ്ടെങ്കിൽ പറയുക, കല്യാണം കഴിച്ച് കുറച്ചു കാലമൊക്കെ ആയിട്ടുള്ള അമ്മമാർ അച്ഛന്മാരുണ്ടെങ്കിൽ പറയുക, ഒരിക്കലും കുട്ടികളെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കരുത്. അത് വലിയ അബദ്ധമാണ്. അവർ നിങ്ങളെ ചവിട്ടി പുറത്താക്കുക അവസാനം. കാരണം അവരുടെ സ്വധർമ്മം സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് തന്നെ വെറുക്കപ്പെട്ടവരായിട്ട് മാറും. അങ്ങനെ കഴിയുമ്പോൾ അവർക്ക് അച്ഛനെ സ്നേഹിക്കാൻ കഴിയില്ല, അമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല, ബന്ധങ്ങളെ വിലമതിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സ്വധർമ്മത്തെക്കുറിച്ച് എൻ്റെ ബോധ്യം വേണം. ആ സ്വധർമ്മം എന്താണ്, എൻ്റെ സ്വധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കണം. കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കണം. ആ അഭിരുചികളിലൂടെ അവരെ വളർത്തണം. ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണ്. ഞാൻ എഡ്യൂക്കേഷൻ പ്രകാരം ഒരു പത്രപ്രവർത്തകനായിട്ട് പഠിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ പത്രപ്രവർത്തനത്തിൽ ഇരുന്നില്ല. എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് ബോധ്യം. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ധർമ്മം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി കാലക്രമത്തിൽ. പിന്നീട് ഞാൻ ഒരിക്കലും അങ്ങനെ പത്രപ്രവർത്തകനാകുക, സാലറി വാങ്ങിക്കുക, പണം സമ്പാദിക്കുക, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടിട്ട് എനിക്ക് അഭിരുചിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് മനുഷ്യരായിട്ട് ഒക്കെ ഇടപെടുവാനും നല്ല മനുഷ്യരോട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംവദിക്കാനും കഴിയുന്നതാണ് എൻ്റെ സ്വധർമ്മം. അത് ഞാൻ സ്വീകരിച്ചു. അതിന് ഒരു സന്യാസം എന്ന പേര് വന്നു. പക്ഷേ എൻ്റെ സ്വധർമ്മമാണത്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇത് ഓരോരുത്തർക്കും ഉള്ളതാണ്. എല്ലാവരും സന്യാസിയാവണമെന്നല്ല പറയുന്നത്. സന്യാസം എല്ലാവർക്കും ആവശ്യമില്ലതാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ട് ഇഷ്ടങ്ങൾ ജീവിക്കാൻ ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് 50 വയസ്സ് വരെ നിങ്ങൾ സ്വധർമ്മം ജീവിക്കാൻ പറ്റുന്ന വരില്ല. 50 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആകാം. പിന്നെ നിങ്ങൾക്ക് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് നൃത്തം ചെയ്യാനായിരുന്നു ഇഷ്ടമാണ്, പക്ഷെ എനിക്കത് കഴിയില്ല. അവർക്ക് 50 വയസ്സായി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം നൃത്തം ചെയ്തുകൂടെന്ന് ചോദിച്ചു, പഠിച്ചുകൂടെന്ന് ചോദിച്ചു. എന്താ പോസിബിൾ അല്ലേ? 50 വയസ്സായി കഴിഞ്ഞാൽ നൃത്തം പഠിക്കുന്നതിനകത്ത് തെറ്റ് നല്ലതല്ലേ? 2 തരത്തിൽ ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് സ്വയം ആനന്ദിക്കാം. 2, നമ്മുടെ ഹെൽത്തിന് ഗുണമാണ് ഡാൻസ് പഠിക്കുന്നത്. ഡാൻസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല, നമുക്ക് നൃത്തം അറിയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാൻ നമുക്ക് കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നൃത്തവേദിയിൽ നൃത്തം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാണാനും ആസ്വദിക്കാനും ആളുണ്ടാവണമല്ലോ. അതിലൂടെ ജീവിതത്തെ കുറച്ചുകൂടി ധന്യമാക്കാൻ കഴിയും. അപ്പോൾ ശ്രീനാരായണ ഗുരുദർശനം പ്രായോഗിക ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ആനന്ദത്തിൽ അധിഷ്ഠിതമാണ്. ആനന്ദമേവ ധ്യായ. ഞാനിപ്പോഴും ഗുരുവിൻ്റെ ഒരു വാചകം ഉദ്ധരിക്കാൻ കാരണം എൻ്റെ പാണ്ഡിത്യം നിങ്ങളോട് പറയാനല്ല, ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണ്. അല്ലാതെ എനിക്ക് നിങ്ങളോട് എൻ്റെ പാണ്ഡിത്യം പറയാൻ ഉള്ള ആഗ്രഹം കൊണ്ടല്ല. ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ഒരു മനുഷ്യനും ആനന്ദത്തെ അല്ലാതെ ദുഃഖത്തെ ആരും കരയുന്നില്ല എന്ന് ഗുരു ദർശനമാലയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് 100% സത്യമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖത്തിൽ ജീവിക്കാൻ ഒരു ആഗ്രഹമില്ല എന്ന് ഞാൻ 100% പറയുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് ഞാൻ പറയും, മാനസികമായിട്ട്. അപ്പോൾ സുഖമാണ് എല്ലാവരും തിരയുന്നത്. ആനന്ദമേവ ധ്യായന്തി സർവേ ദുഃഖം ന കശ്ചന. ആ ആനന്ദത്തെ തിരയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും വലിയ ആനന്ദം ഇതാണ്. ഏറ്റവും വലിയ ആനന്ദമാണ് എന്താണെന്ന് വെച്ചാൽ, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാ വിജയിടുന്നു ജഗതിയിൽ ഇമ്മതമേകം. ഇതാണ് ലോകത്തിലെ ഏകമതം. എല്ലാവരും ആത്മസുഖമാണ് അന്വേഷിക്കുന്നത്. ശാശ്വത സുഖം എന്താണെന്ന് വെച്ചാൽ ആത്മസുഖമാണ്. എൻ്റെ ആത്മാവിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം വരുമ്പോൾ, അവനവനിരിക്കുന്ന അവൻ്റെ സ്വരൂപത്തിൻ്റെ സത്യത്തിൻ്റെ പേരാണ് ആത്മാവ്. അവനവനിരിക്കുന്ന അവൻ്റെ സത്യത്തിൻ്റെ പേരാണ് ആത്മാവ്. അപ്പോൾ അത് നിങ്ങളുടെ മാത്രം ആത്മാവാണോ? അല്ല. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ആത്മാവില്ല. എല്ലാവർക്കും ഒരേ ആത്മാവേ ഉള്ളൂ. അത് എല്ലാവരിലും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുള്ളൂ. എന്നിലിരിക്കുന്ന ആത്മാവ് നിങ്ങളിൽ എങ്ങനെ ഇരിക്കുന്നത്? ഞാനും നിങ്ങളും 2 ആത്മാവല്ല. ആത്മദൃഷ്ടിയിലൂടെ നോക്കിയ 2 ആത്മാവല്ല. ഞാൻ നിങ്ങളും ഒരാത്മ തന്നെയാണ്, ഒരാത്മാവ് തന്നെയാണ്.
എന്നിലൂടെ ഞാനത് കാണുന്നത് അകത്തേക്ക് തിരിഞ്ഞാണ്. നിങ്ങളിലൂടെ നിങ്ങളത് തിരിഞ്ഞു കാണുന്നത് നിങ്ങളുടെ അകത്തേക്ക് നോക്കിയാണ്. ഒരേ ആത്മാവിനെ എനിക്ക് എൻ്റെ അകത്തേക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് നിങ്ങളുടെ അകത്തേക്ക് നോക്കിയാൽ കാണാം. ഈ അകക്കണ്ണ് തുറന്ന് അകത്തേക്ക് നോക്കിയിട്ട് ആത്മദർശനം കാണണമെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരു. അത് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. ആത്മീയ വിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് ആരും കരുതുന്നില്ല. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് പലരും പറയാ എന്താ, സ്കൂളുകൾ ഉണ്ടാക്കിക്കോളൂ, കുറേ സ്കൂളുകൾ ഉണ്ടാക്കണം. സ്കൂളുകൾ അനിവാര്യമാണ്. സ്കൂളിലൂടെ കിട്ടുന്ന വിദ്യാഭ്യാസം പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഫോർ അവർ സസ്റ്റനൻസ്, നിലനിൽപ്പിൻ്റെതാണ്, നിലനിൽപ്പിനുള്ളതാണ്, ഉപജീവനത്തിനും തൊഴിലിനും ഒക്കെ ഉള്ളതാണ്. അത് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അത് വേണം. പക്ഷേ ജീവിത മൂല്യങ്ങളെ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസവും കൂടി വേണം. ഈ രണ്ട് വിദ്യാഭ്യാസവും കൂടുമ്പോഴാണ് ജീവിതം ധന്യതയുള്ളതായിട്ട് തീരുന്നത്. അപ്പോൾ ഇന്ന് ഈ ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് ഗുരുവിനെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം. ശ്രീനാരായണ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പേര് തന്നെ മനോഹരമായ പേരാണ്, ഗുരുജ്ഞാന സരണി എന്നാണ് ഈ കൺവെൻഷൻ്റെ പേര്. കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്നു പേര്. ഈ സരണി എന്ന വാക്കിന് പാത അല്ലെങ്കിൽ മാർഗം എന്നാണ് അർത്ഥം. ഗുരുവിൻ്റെ ജ്ഞാനപാത, ജ്ഞാനമാർഗം. ഈ ജ്ഞാനമാർഗത്തിൽ നിങ്ങളോട് ഞാൻ സംസാരിച്ചത് ഗുരുവിൻ്റെ ജ്ഞാനത്തെ കുറിച്ചിട്ടാണ്. ആ ജ്ഞാനം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എത്രയോ ആളുകൾ പലതും കേട്ട ആളുകളാണ് നിങ്ങൾ. ചിലർ അപൂർവമായിട്ട് ആദ്യമായിട്ട് വന്നവർക്ക് ഇതിലുണ്ടായിരിക്കാം. അവർക്ക് ചിലതൊക്കെ മനസ്സിലാക്കാതെ പോകാം, ചിലതൊക്കെ പതിരായിട്ട് പോകാം. എന്നാലും അവസാനം ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും, ഗുരു എന്നത് ഒരു അത്ഭുത വ്യക്തിത്വമാണെന്നും അത്ഭുത പ്രതിഭാസമാണെന്നും ഗുരുവിനെ ഞാൻ ഇനിയും അറിയേണ്ടതുണ്ടെന്നും മനസ്സിലാക്കാനായിട്ട് ഈ വാക്കുകൾ ഉപകരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുകൃപ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഗുരുവിലേക്ക് ഇനിയും ഇനിയും കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള പ്രേരണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുജ്ഞാന സരണി രണ്ടാമത്തെ ഈ വർഷം ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. നമ്മുടെ അടുത്ത് വരുന്ന ചില സാധകരൊക്കെ ഉണ്ട് ഇവിടെ, പ്രത്യേകിച്ച് സുനി അടുത്ത് വരുന്നതാണ്. ഓരോരുത്തരുടെ പേരുകൾ എനിക്ക് എല്ലാം ഓർമ്മയിലിരിക്കുന്നില്ല. എന്നിരുന്നാലും ഇന്ന് ഇ ഡി പ്രകാശൻ സാർ വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. കഴിഞ്ഞ വർഷം ഇ ഡി പ്രകാശൻ സാർ ഉണ്ടായിരുന്നു. അവിടെ അനൗൺസ് ചെയ്യുന്ന അനില കുട്ടി, അവളെ എനിക്കറിയാം. പിന്നെ ഒത്തിരി ആളുകളുണ്ടല്ലോ ഇവിടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള 2 ദിവസങ്ങൾ അതിമനോഹരമായിരിക്കട്ടെ. ശ്രീ കെ പി ബിജീഷ്, ശാഖാ സെക്രട്ടറി, അദ്ദേഹം വളരെ ഉത്സുകനാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് വിജയപ്രദമായിട്ട് തീരട്ടെ. നാളെ മാതാജിയുടെ, നിത്യമാതാജിയുടെ ക്ലാസ്സുണ്ട്. അടുത്ത ദിവസം സന്ദീപാനന്ദഗിരിയുടെ ക്ലാസ്സുണ്ട്. ഇവരെല്ലാം അതിപ്രഗത്ഭരാണ്. അവരുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ഇനിയും വരണം. സന്ദേശത്തെ വളരെ നല്ല രീതിയിൽ ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയും ഒക്കെ സ്വാമി ഞങ്ങളുടെ ഈ മുഹൂർത്തം ഏറെ ധന്യമാക്കി തീർത്തതിന്